Hello students, welcome to Online Mathematics Cafe. അപ്പോൾ ഈ വീഡിയോ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ബാങ്കിങ്ങിലെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. Shahrukh opened a recurring deposit account in a bank and deposited rupees 800 per month for 1.5 years. If he received rupees 15,084 at the time of maturity, then find the rate of interest per annum. ഇത് ICC 2014 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം നമുക്ക്. ഇപ്പം എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിക്കേ. ഷാരൂഖ് ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. എന്നിട്ട് മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ പി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ₹800. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്നത് 1.5 ഇയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1.5 ഇയർ ആകുമ്പോൾ എത്ര മന്ത് ആവും? 1 ഇയർ എന്ന് പറയുമ്പോൾ 12, ഹാഫ് ഇയർ എന്ന് പറയുമ്പോൾ 6. അപ്പോൾ 12 + 6 18 months ആണ് 1.5 ഇയർ എന്ന് പറയുന്നത്. പിന്നെ എന്താ തന്നിട്ടുണ്ടെന്ന് നോക്കിക്കേ. ഇഫ് ഹി റിസീവ്ഡ് rupees 15,084 അറ്റ് ദി ടൈം ഓഫ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മെച്യൂരിറ്റി വാല്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ള 15,084. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇതേ മോഡൽ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല ഏതാണ്? MV = PN × 1 + R × n+1 / 2 × 12 × 100. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് വേണം നമുക്ക് എന്ത് ചെയ്യാൻ? കണ്ടുപിടിക്കാനായിട്ട്. സോ ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് MV തന്നിട്ടുണ്ട് അല്ലേ, 15,084. സോറി, നേരെ എഴുതാം. 15,084 ഈക്വൽ ടു പി എന്ന് പറയുന്നത് 800 ഇൻറ്റു എൻ എന്ന് പറയുന്നത് 18. ബ്രാക്കറ്റ് അകത്ത് 1 + R എന്ന് പറയുന്നത് നമുക്കറിയത്തില്ല. n+1 എന്ന് പറയുമ്പോൾ 18 + 1 19 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2 × 12 × 100. ഇനി നോക്കുക, ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളതിൽ ക്യാൻസലേഷൻ നടക്കുമോ നോക്കുക. ഇവിടെ ക്യാൻസലേഷൻ ഒന്നും നടക്കത്തില്ല. അപ്പോൾ നമുക്ക് 800 × 18 എന്ത് ചെയ്യാം? ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവാം. അപ്പോൾ 15,084 ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. 800 × 18 ഈക്വൽ ടു 1 + R × 19 നമുക്ക് 19R എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഇവിടെ ക്യാൻസലേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനങ്ങ് നമുക്ക് ഒരുമിച്ച് എഴുതാം. 2 × 12 24 ആവും. അപ്പോൾ 2,400 എന്ന് കിട്ടും അവിടെ. ഇനി ക്യാൻസലേഷൻ ആണ്. അപ്പോൾ ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ 15,084 നമ്മുടെ 18ന്റെ ടേബിളിലുള്ളതാണ്. അപ്പോൾ ഇത് 18 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 838 എന്ന് കിട്ടും. ഇനി 838ഉം 800നെയും നമുക്ക് 2ൽ ഡിവിസിബിൾ ആണ്. അപ്പോൾ 2ൽ ചെയ്യുക രണ്ടിനെ. അപ്പോൾ ഇത് 400ഉം വരും. മുകളിൽ 419ഉം കിട്ടും. സോ നമുക്ക് കിട്ടുന്നത് ആൻസർ ഇങ്ങനെയാണ്. 419/400 ഈക്വൽ ടു 1 + 19R / 2,400. ഓക്കെ അല്ലേ? ഇതല്ലേ കിട്ടിയത്? 419 ഉണ്ട്, ഡിവൈഡഡ് ബൈ 400 ഉണ്ട്. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 + 19R / 2,400. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇനി ലോവസ്റ്റ് ഫോമിലോട്ട് ആക്കാനായിട്ട് പറ്റത്തില്ല. ഇത് ഓൾറെഡി ലോവസ്റ്റ് ഫോമിലാണ്. അപ്പോൾ ഇനി ഈ 1നെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ 419/400 - 1 ഈക്വൽ ടു 19R / 2,400. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉടനെ LCM ഓർത്തോണം. അപ്പോൾ ഇതിനെ ക്രോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 419 - 400 × 1 400 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ വിട്ടുപോകരുത്. ഡിവൈഡ് ബൈ 400 ഈക്വൽ ടു 19R / 2,400. ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് 19 ആണ് കിട്ടുന്നത് ന്യൂമറേറ്ററിൽ. ഡിവൈഡ് ബൈ 400 ഈക്വൽ ടു 19R / 2,400. ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സീറോസ് ക്യാൻസൽ ചെയ്യാം, 19 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 19ഉം 19 ഇവിടുത്തെ ക്യാൻസലായി. ഡിനോമിനേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ 00 ക്യാൻസൽ ചെയ്യാം. പിന്നെ 4ഉം 24ഉം ഉണ്ട്. 4ൽ എത്ര ടൈംസ് ആണ് 24 നോക്കിക്കേ? 6 അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പം എന്ത് വരും? 1 = R / 6 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതിന് ക്രോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആറിൻ്റെ വാല്യൂ 6%. ഇനി ഇങ്ങനെയല്ല, ഇവിടെ ക്യാൻസൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും വരിക. 19/400 ഈക്വൽ ടു 19R / 2,400 ആണ്. അപ്പോൾ നമുക്ക് R ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഈ 19/2400നെ ലെഫ്റ്റിലോട്ട് കൊടുക്കുക. അപ്പോൾ 19/400
ഇൻറ്റു 19/2400 റെസിപ്രോക്കൽ വേണം എഴുതാൻ. 2400 മുകളിലും വരും, 19 താഴെയായിട്ടും വരും. അതായിരിക്കും ഇത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 6 വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം 19 കട്ടായി പോവും. 00 നമുക്ക് കട്ട് ചെയ്യാം. ദെൻ 4ഉം 24ഉം കട്ടായി 6 കിട്ടും. ഇങ്ങനെ ചെയ്താലും 6% തന്നെ ആയിരിക്കും ആൻസർ വരിക. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ AC മെത്തേഡ് AC ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പോൾ 6 കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.